നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം സമാപിച്ചു. ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു. രുചി വൈവിധ്യങ്ങൾ തീർത്ത പുല്ലൂരിലെ പായസമേള. അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെ വനിതാ വേദിയാണ് പായസമേള ഒരുക്കിയത്. ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനം നടന്നു. CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ആനന്ദാശ്രമം ലയൺസ് ക്ലബ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി തങ്കരാജ് മാണിക്കോത്ത ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര സിർവ അക്വാട്ടിക് സെന്ററിൽ ജില്ലാതല നീന്തൽ മത്സരം നടന്നു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കാറ്റാടി AKG മന്ദിര ഉദ്ഘാടന പരിപാടികൾ സമാപിച്ചു. സമാപന പരിപാടിയുടെ ഭാഗമായി സമൂഹ സദ്യ ഒരുക്കി. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ബിൽഡ് എക്സ്പോ സമാപിച്ചു. സെമിനാറുകൾ സംഘടിപ്പിച്ചു. ജന്മദേശം ദിനപത്രം 41ാം വാർഷികാഘോഷം നടന്നു. ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാഴ്വസ്തു ശേഖരണ മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളുടെ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നടക്കാവ് മിദ്ലാജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈസൻസ് പുതുക്കുന്നതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് നിർബന്ധമാക്കുന്നത് നിർത്തലാക്കണമെന്നും വിജനമായ സ്ഥലത്ത് മാത്രമേ സ്ക്രാപ്പ് വ്യാപാരങ്ങൾ ആരംഭിക്കാവൂ എന്ന നിബന്ധന ഒഴിവാക്കണമെന്നും മേഖലാ സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യമുന്നയിച്ചു. കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു. അതല്ല, സംഘടനക്കാർക്ക് പ്രവർത്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ പുറകോട്ട് പോയത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ വസ്തു വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് ഒരാശ്രയമായിട്ട് നിൽക്കുന്നത് നമ്മുടെ അസോസിയേഷനാണ്. മേഖലാ വൈസ് പ്രസിഡന്റ് മനോജ് കല്ലൂരാവി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിസാർ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി VV കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അസോസിയേഷൻ ജില്ലാ ട്രഷറർ V തങ്കമുത്തു അനുമോദിച്ചു. രക്ഷാധികാരി KP കുര്യൻ, മേഖലാ സെക്രട്ടറി P മനുപ്രകാശ്, ട്രഷറർ വേലുസ്വാമി, ജില്ലാ ഭാരവാഹികളായ ഹാരിസ് ചട്ടഞ്ചാൽ, N മാരിമുത്തു, JN പടന്നക്കാട്, K കനകരാജ്, പർവസ് പടന്നക്കാട്, A അമീർ, N സാമുവേൽ, മുഹമ്മദ് കുഞ്ഞിച്ചേരൂർ എന്നിവർ സംസാരിച്ചു. KSMA കാഞ്ഞങ്ങാട് മേഖല രണ്ടായി വിഭജിച്ച് തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു. തൃക്കരിപ്പൂർ മേഖലാ പ്രസിഡന്റായി CH ഹനീഫയും സെക്രട്ടറിയായി MV കൃഷ്ണനും ട്രഷററായി വേലുസ്വാമി തൃക്കരിപ്പൂരിനെയും തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റായി K കുര്യനും സെക്രട്ടറിയായി P മനുപ്രകാശും ട്രഷററായി V തങ്കമുത്തുവിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രുചി വൈവിധ്യങ്ങൾ തീർത്ത പുല്ലൂരിൽ പായസമേള സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെ വനിതാ വേദിയാണ് പായസമേള ഒരുക്കിയത്. വിവിധ പായസങ്ങളുടെ രുചിക്കൂട്ടിന്റെ വൈവിധ്യങ്ങളൊരുക്കി പുല്ലൂരിൽ പായസ പാചക മത്സരം നടന്നു. വണ്ണാർവയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെ വനിതാ വേദിയാണ് പായസ പാചക മത്സരം സംഘടിപ്പിച്ചത്. വീട്ടമ്മമാർക്കായി നടത്തിയ മത്സരത്തിൽ 17 തരം പായസങ്ങൾ തയ്യാറാക്കി മേള സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയത്തിൽ നടക്കുന്ന ഓർമ്മയുടെ 60 ആണ്ടിന്റെ ഭാഗമായാണ് പായസമേള നടത്തിയത്. വീടുകളിൽ നിന്ന് തയ്യാറാക്കി പ്രദർശനമൊരുക്കിയാണ് മേള സംഘടിപ്പിച്ചത്. പഴം പായസം മുതൽ ചക്കക്കുരു പായസം വരെ മേളയിലെത്തി. പഴം പായസം തയ്യാറാക്കിയ ലക്ഷ്മി പുല്ലൂർ 1ാം സ്ഥാനവും ചക്കര വരട്ടി പായസം ഒരുക്കിയ അനഘ സുധീറിന് 2ാം സ്ഥാനവും ഗോതമ്പ് പായസവും അടപ്രഥമനും ഒരുക്കിയ രജനി കരിമ്പ് വളപ്പിലും വിജയശ്രീയും 3ാം സ്ഥാനവും നേടി. പായസമേള ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം രമ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ജീവിത പുസ്തകം അടുക്കും ചിട്ടയോടും കൂടി നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായ ചിട്ടയോടുകൂടി നിങ്ങളുടെ കടമകൾ എന്താണ്, നിങ്ങൾക്ക് ഈ സമയത്തുള്ള കടമകൾ എന്താണ്, വിദ്യാഭ്യാസം, അതിന് പുറമേയുള്ള മറ്റ് കാര്യങ്ങൾ, അതൊന്നും ഒട്ടും ഒഴിവാക്കാതെ അതൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് മീഡിയ ആവശ്യമുണ്ട്. ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഞാനിത് പറയാൻ കാരണം ഒരു കുട്ടിയെ രക്ഷിതാവോ അതിൽ ദേഷ്യപ്പെടാനില്ല. കുട്ടികൾ അവരുടെ വിലപ്പെട്ട സമയങ്ങൾ അനാവശ്യമായി മീഡിയകളിൽ
കളയുന്നുണ്ട്. നിങ്ങൾ ടി വി അല്ല, ഇപ്പം പണ്ട് കാലത്ത് ടി വി ഒന്ന് കുറച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു എല്ലാവരുടെയും വേവലാതി. ഇപ്പം ഈ ഫോണിൽ യൂട്യൂബ് ഇത്രയും ചാനൽ ഇതിലൊക്കെ വരുന്നതൊന്ന് കാർട്ടൂണുകളോ മറ്റോ വരുന്നതൊന്ന് കുറച്ചാൽ മതി എന്നാണ്. കാരണം വല്ലാതെ എല്ലാവരെയും, കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും വല്ലാതെ ആകർഷിക്കുന്നൊരു മേഖലയായിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ശരി തന്നെ. എത്ര പേര് അതിലെ നല്ല കാര്യങ്ങൾ മാത്രം നോക്കുന്നുണ്ട്. വനിതാവേദി പ്രസിഡന്റ് പി വി ശ്യാമള അധ്യക്ഷയായി. രമണി രാജൻ, ഉഷ നാരായണൻ, സുധീഷ് കൃഷ്ണ, എൻ മഞ്ജുഷ, ബീന രാജൻ എന്നിവർ സംസാരിച്ചു. പായസമേള കാണുവാനും രുചിക്കൂട്ടുകൾ അറിയുവാനുമായി നിരവധി പേർ ഗ്രന്ഥാലയത്തിലെത്തി. തുടർന്ന് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ ക്ഷേമനിധി ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ദുരന്തത്തിൽ ദുരിതം പേറുന്ന വയനാടിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യമുന്നയിച്ചു. CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഒരു തീരുമാനം കൂടി എടുക്കണം. ദേശാഭിമാനി വാങ്ങിച്ചാൽ പോരാ, ദേശാഭിമാനി ദേശാഭിമാനി വാങ്ങിക്കുന്നുണ്ടാവും, തീരുമാനിച്ചോണ്ട്. പക്ഷെ വാങ്ങിച്ചാൽ പോരാ, എന്തും കൂടി വേണം, വായിക്കുകയും അക്ഷരമറ്റ ലിസ്റ്റിന് മാത്രം കുഞ്ഞുങ്ങൾ വായിക്കേണ്ടതല്ല ദേശാഭിമാനി, നമ്മളും കൂടി വായിക്കണം. അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടാത്ത. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ദേശാഭിമാനി തന്നെ 2-3 ദിവസമായിട്ട് അതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിക്കൂറാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മണിക്കൂറാക്കണം. അത് ഒരു നാരായണമൂർത്തിയുടെ പെട്ടെന്നുള്ള തോന്നലിൽ വരുന്ന ഒരു പ്രഖ്യാപനമല്ല. ഏരിയ പ്രസിഡന്റ് MV മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി K ബാലകൃഷ്ണൻ, സംഘാടക സമിതി ചെയർമാൻ PP പവിത്രൻ, യൂണിയൻ സെക്രട്ടറി VV തമ്പാൻ, മാധവൻ മണിയറ, കയനി കുഞ്ഞിക്കണ്ണൻ, CV രാജൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ഭാരവാഹികളായി MV മോഹനനെ പ്രസിഡന്റായും VV തമ്പാനെ സെക്രട്ടറിയായും PB ഷീബയെ ട്രഷററായുമുള്ള പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്ു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആനന്ദാശ്രമം ലയൺസ് ക്ലബ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318E അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി തങ്കരാജ് മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കുടുംബസംഗമവും വിവിധ കലാപരിപാടികളോടെ മഞ്ഞംപുതിക്കുന്ന താഴ്വാരത്തിലുള്ള ക്ലബ്ബ് കെട്ടിടത്തിൽ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് 318E അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി തങ്കരാജ് മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷണിക്കപ്പെട്ട അതിഥികളെ, കുടുംബാംഗങ്ങളെ, കുട്ടികളെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ 2024 കഴിഞ്ഞു പോവുകയാണ്. 2025 നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആരോപണങ്ങളുടെ നമ്മുടെ ഒഴിഞ്ഞുപോയ കാലഘട്ടങ്ങളുടെ പ്രവർത്തന പരിചയം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലുള്ള പാളിച്ചകൾ. ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ മീങ്ങൂത്ത് അധ്യക്ഷത വഹിച്ചു. P ജയരാജ് നമ്പ്യാർ, T രാമകൃഷ്ണൻ നായർ, K ശശീധരൻ നമ്പ്യാർ, ബിനോ ജോസഫ്, KR ജഗദീശൻ, E ബാലകൃഷ്ണൻ, ജനാർദ്ദനൻ മേലത്ത, V ശ്രീജിത്ത്, P സത്യൻ, PV സുനിൽകുമാർ, KM മോഹനൻ, K പ്രഭാകരൻ, VV സന്തോഷ് കുമാർ, സുമാ മോഹൻ, ഷീബ സതീശൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ KM പ്രമോദ് സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി K ചന്ദ്രഭാനു നന്ദിയും പറഞ്ഞു. ക്ലബിന്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ഡിസ്ട്രിക്ട് അവാർഡുകൾ ചാർട്ടർ പ്രസിഡന്റും അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിയുമായ KV സതീശൻ വിതരണം ചെയ്തു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മഹിപാലിന്റെ പാട്ടും ലയൺസ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ക്രിസ്തുമസ് അപ്പൂപ്പനും പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര സിർവ അക്വാട്ടിക് സെന്ററിൽ ജില്ലാതല നീന്തൽ മത്സരം നടന്നു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര സിർവ അക്വാട്ടിക് സെന്റർ സെമി ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാതല നീന്തൽ മത്സരം സംഘടിപ്പിച്ചു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെയും അഭിമാനമായി
നീന്തൽ രംഗത്ത് പരിശീലനം കൊടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിർവ അക്വാറ്റിക് സെൻറ്ററിൻ്റെ 2ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. ഇന്നിവിടെ ഒരു മത്സരം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്, നീന്തൽ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ നന്നായി നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നമ്മുടെ യുവജന ക്ഷേമത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള മത്സരങ്ങളൊക്കെ അക്വാറ്റിക് സെന്ററിൽ വെച്ച് നടന്നിട്ടുണ്ട്. റഫീഖ്, മുഹാജിർ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു. ജിർവ അക്വാറ്റിക് സെന്റർ മാനേജിംഗ് ഡയറക്ടർ മാഹിൻ പൂച്ചക്കാട് സ്വാഗതവും നജീബ് സിർവ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാറ്റാടി AKG മന്ദിര ഉദ്ഘാടന പരിപാടികൾ സമാപിച്ചു. സമാപന പരിപാടിയുടെ ഭാഗമായി സമൂഹ സദ്യ ഒരുക്കി. AK നായനാർ 1996 ഉദ്ഘാടനം ചെയ്ത കാറ്റാടി AKG മന്ദിരം സ്ഥലപരിമിതി മൂലം പ്രവർത്തനത്തിന് പ്രയാസപ്പെട്ടിരുന്നു. CPIM കാറ്റാടി 1, 2 ബ്രാഞ്ചുകൾക്കും ജനശക്തി കലാവേദിക്കും ഗ്രന്ഥാലയത്തിനും സൗകര്യപ്രദമായ ഓഫീസ് നിർമ്മിച്ച് മനോഹരമായ ഇരുനില മന്ദിരം ഉയർന്നുവെന്ന് AKG മന്ദിരം എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും ആദര സമ്മേളനവും വിവിധ ദിവസങ്ങളിലായി നടന്നു. സമാപന പരിപാടിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി സമൂഹ സദ്യ ഒരുക്കി. വിഭവസമൃദ്ധമായ സദ്യ ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ജനങ്ങളാണ് കാറ്റാടി AKG മന്ദിരത്തിലെത്തിയത്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കാറ്റാടി കുമാരൻ, കൺവീനർ CH ബാബു, SK സുർജിത് കാറ്റാടി, സന്തോഷ് കാറ്റാടി, വിപിൻ കാറ്റാടി, സുഭാഷ് കാറ്റാടി, പൂമണി ശ്രീധരൻ, ശോഭന ദാമോദരൻ, രജനി കുഞ്ഞികൃഷ്ണൻ, K രതീഷ്, A സന്തോഷ്, T മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവംബർ മാസം 27-ാം തീയതി സഖാവ് EK നായനാർ ഉദ്ഘാടനം ചെയ്ത മുമ്പത്തെ AKG മന്ദിരം സ്ഥലപരിമിതി മൂലം പൊളിച്ചു കളയുകയും ആധുനികമായുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പുതിയ ഓഫീസാണ് പണിതിട്ടുള്ളത്. കാറ്റാടി 1, 2 ബ്രാഞ്ചുകൾക്കും ജനശക്തി കലാവേദിക്കും ഗ്രന്ഥാലയത്തിനു വേണ്ടി പണിത ഓഫീസ് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഡിസംബർ മാസം 15-ാം തീയതി 10,000ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതിനുശേഷം അലോഷിയുടെ ഗാനമേള 22-ാം തീയതി കാറ്റാടി പ്രദേശത്ത് ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരെയും പഴയകാല നേതാക്കളെയും രാഷ്ട്രീയ എതിരാളികളുടെ അക്രമത്തിന് വിധേയമായവരെയും ജയിൽ വാസം അനുഭവിച്ചവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് P ജയരാജൻ പങ്കെടുത്തുകൊണ്ടുള്ള വേദിയിൽ വെച്ച് നടത്തപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ബിൽഡ് എക്സ്പോ സമാപിച്ചു. കെട്ടിട നിർമ്മാണ നിയമങ്ങളും പൊതുസമൂഹവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോയുടെ ഭാഗമായി കാസർഗോഡിന്റെ സമഗ്ര വികസനം, കാഴ്ചപ്പാടുകളും പദ്ധതികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ഇവിടെ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു ഓട്ടപ്രദക്ഷിണം നടത്തിയപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ അത്യന്താധുനികമായ എല്ലാവിധ സംവിധാനങ്ങളെയും കുറിച്ചും നമ്മുടെ നാടിനെ പരിചയപ്പെടുത്താൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ സ്റ്റാളിൽ നമുക്ക് കാണാൻ കഴിയും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത, പറഞ്ഞു പോലും കേട്ടിട്ടില്ലാത്ത എല്ലാ ആധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യന്താധുനികമായ എല്ലാ സംവിധാനങ്ങളും സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ, പരിചയപ്പെടുത്താൻ, ആളുകളിലേക്ക് എത്തിക്കാൻ, പൊതുസമൂഹത്തിലെത്തിക്കാൻ ഇത് സഹായകരമായിട്ടുണ്ട്. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സജി മാത്യു അധ്യക്ഷത വഹിച്ചു. P രാജൻ സ്വാഗതവും രമേശൻ കടവത്ത് നന്ദിയും പറഞ്ഞു. EP രാജ്മോഹൻ വിഷയാവതരണം നടത്തി. VPP മുസ്തഫ, K പത്മനാഭൻ, N ബാബുരാജ്, TK നാരായണൻ, ബാബുരാജ് കാസർഗോഡ്, C ശ്യാമള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness.
Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. ജന്മദേശം ദിനപത്രം 41ാം വാർഷികാഘോഷം നടന്നു. ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ജനാധിപത്യ സംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കാവൽ ഭടന്മാരാണ് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുമെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിന് കരുത്തേകുന്നതിൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പോലെ മുഖ്യസ്ഥാനം മാധ്യമങ്ങൾക്കുമുണ്ട്. ഇവിടെ സത്യസന്ധതയും വിശ്വസ്തതയും പരമപ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു. ജന്മദേശം പത്രത്തിന്റെ 41ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജന്മദേശത്തിന് ഒരു മുഖം വ്യാപിച്ചു 41 വർഷങ്ങളായി ഈ പ്രദേശത്തിൻ്റെയും വളരെ അഭിമാനകാല വർത്തമാനത്തിൻ്റെ മാധ്യമ പ്രവർത്തനങ്ങൾ നിർവഹിച്ച സ്ഥാപനം
അതിൻ്റെ 41ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ ജന്മദേശത്തിന് എല്ലാവിധ ഐശ്വര്യപൂർണമായ സമൃദ്ധമായ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് എം.എൽ.എയും മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ ഇ. ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ടി.കെ. നാരായണൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി.കെ. ആസിഫ്, YMCA പ്രസിഡന്റ് സണ്ണി മാണിശ്ശേരി, കോൺഗ്രസ് എസ് നേതാവ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, രാമനും ഖദീജയും സിനിമയിലെ മുഖ്യ കഥാപാത്രം അപർണ ഹരി, നടൻ ഡോക്ടർ ഹരിശങ്കർ, മോഹനചന്ദ്രൻ മൂർധന്യ, കെ. ഉമേഷ് കാമത്ത് എന്നിവർ സംസാരിച്ചു. ചീഫ് എഡിറ്റർ മാനുവൽ കുറിച്ചിത്താനം സ്വാഗതവും സുരേഷ് കുമാർ നീലേശ്വരം നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മുതിർന്ന വ്യാപാരി കെ. ഉമേഷ് കാമത്ത്, അമ്പലത്തറ സ്നേഹവീടിന്റെ മുഖ്യ കാര്യദർശി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ജീവകാരുണ്യ പ്രവർത്തകൻ അഭിനേഷ് കാർത്തിക, നടിമാരായ ദേവാംഗന വിപിൻ, അപർണ ഹരി, സിജി രാജൻ, ചിത്ര നായർ, ഡോക്ടർ ഹരിശങ്കർ, സോഷ്യൽ മീഡിയ താരം ആവണി ആവൂസ്, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഫെയിം EV വിജയൻ, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെയും മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെയും ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദരിച്ചു. അശോക് കുമാർ വെള്ളിക്കോത്ത്, നീലേശ്വരത്തെ സഹോദരിമാരായ AK തൃഷ്ണ, AK അമൃതകൃഷ്ണ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. വത്സരാജ് കാട്ടുകുളങ്ങര ക്ലോസപ്പ് മാജിക് അവതരിപ്പിച്ചു. സതീന തമ്പാൻ, അനിൽ കൈലാസം എന്നിവർ മിമിക്രിയും അവതരിപ്പിച്ചു. 1983 ജന്മദേശം കാഞ്ഞങ്ങാട് നിന്നും പ്രസിദ്ധീകരണം തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊയ്യക്കര യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വാർഷികാഘോഷത്തിന് സമാപനമായി. വിളംബര ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടന്നു. പൊയ്യക്കര യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 37ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. നാടിനെ തൊട്ടുണർത്തി നടത്തിയ വിളംബര ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മെഗാ ഒപ്പനയും അരങ്ങേറി. സാംസ്കാരിക സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. ദീർഘമായി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. സമയം ഇപ്പോൾ ഒരുപാട് വൈകിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ദീർഘമായി ഇങ്ങനെ പ്രസംഗമൊക്കെ കേൾക്കുക എന്നുള്ളത് നമുക്ക് അങ്ങേയറ്റം അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ്. സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് യുവധാര ഫെസ്റ്റ് അരങ്ങേറി. പ്രദേശത്തെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളാണ് അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ അഗ്രോ കാർണിവലിൽ ആദായകരമായ പാലുൽപാദനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ DL സുമ K ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കരയിൽ സംഘടിപ്പിച്ച ബേക്കൽ അഗ്രോ കാർണിവലിൽ ആദായകരമായ പാലുൽപാദനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ DL സുമ K ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വയല്, അതായത് നെൽപ്പാടങ്ങളുള്ള കർഷകർക്ക് പശു വളർത്തുന്നതിന് വലിയ ബുദ്ധിമുട്ട്, അതായത് തീറ്റയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. കാരണം അവർക്ക് തന്നെ വൈക്കോല് കിട്ടുന്നുണ്ട്. ഈ പാടങ്ങളില്ലാത്ത ആൾക്കാർ പുറത്തുനിന്ന് വൈക്കോല് കൊണ്ടുവരല്ലേ, ലോറിയിൽ കൊണ്ടുവരും. ഒരു കെട്ടിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് തരും. സ്ഥിരമായിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് അറിയാം ഇവിടെ ഇത്ര പശുവാണുള്ളത്, അപ്പം ഇത്ര പശുവിന് ഇത്ര വൈക്കോല് വേണം. അപ്പം ഞാൻ കൊടുത്തിട്ടുള്ള വൈക്കോല് ഈ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് തീരാനായി. അതുകൊണ്ട് അടുത്ത വണ്ടിയിൽ നമ്മൾ കൊണ്ടെത്തിക്കണം. കൃത്യമായിട്ട് നമ്മൾ പറയാതെ തന്നെ അവർ കൃത്യമായിട്ട് വൈക്കോല് കൊണ്ട് വരുന്ന ഒരവസ്ഥയാണ് സാധാരണ കാണുന്നത്. ഉദുമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ PV മനോജ് കുമാർ വിഷയാവതരണം നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V ഗീത, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് കൃഷി ഫീൽഡ് ഓഫീസർ മുരളീധരൻ സെമിനാറിൽ മോഡറേറ്ററായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉദുമ, പള്ളിക്കര, അജാനൂർ, പെരിയ, മടിക്കൈ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള ക്ഷീര കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കര. വലിയ പറമ്പിന്റെ തെക്കൻ അതിരിലുള്ളവർ
കവ്വായി കായൽ കടക്കാൻ ഒരു പാലത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെയായി. ഒടുവിൽ തീരദേശ ഹൈവേയുടെ ഭാഗമായി വലിയ പറമ്പിലെ പാണ്ഡ്യാലക്കാവിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ രാമന്തളി 2 തെങ്ങ് കടവിലേക്ക് പാലം വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 5 വർഷമായി വീണ്ടും കാത്തിരിക്കാനാണ് ഇവരുടെ വിധി. വലിയ പറമ്പ് പഞ്ചായത്തിന്റെ തെക്കേ അറ്റത്തുള്ള 4-5 വാർഡുകളിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾക്ക് മറുകരയിലെത്താൻ ഇതുവരെയായി റോഡ് പാലമില്ല. തോണി തുഴഞ്ഞും എപ്പോഴെങ്കിലും എത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ സർവീസ് ബോട്ടിലോ മാത്രമാണ് ആഴമേറിയ കവ്വായി കായൽ കടക്കാനാവുക. ആദ്യകാലത്ത് ഏഴിമലയുടെ താഴ്വാരം വഴി രാമന്തളി ഭാഗത്തേക്ക് എത്താമായിരുന്നെങ്കിലും ഏഴിമല നേവൽ അക്കാദമി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ തയ്യൽ സൗത്ത് വഴി മറുകരയിലേക്കുള്ള വഴി കമ്പിവേലി ഉപയോഗിച്ച് അടക്കുകയായിരുന്നു. ഇതോടെ തെക്കനതിരിലുള്ള കുടുംബങ്ങൾ യാത്രയ്ക്ക് മാർഗമില്ലാതെ ഒറ്റപ്പെടുകയും ചെയ്തു. പ്രൈമറി സ്കൂൾ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മറുകരയിലെത്താനും തുടർ പഠനത്തിനുമായി ഏറെ ക്ലേശിക്കുകയാണ്. ചികിത്സാ സൗകര്യം കുറവുള്ള തീരദേശത്തുള്ളവർക്ക് ആശുപത്രിയിലെത്താനും മറ്റു മാർഗങ്ങളില്ല. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള പ്രദേശമായ വലിയ പറമ്പിൽ നിന്നും തേങ്ങയും കൊപ്രയും മറുകരയിലെ പയ്യന്നൂരിലും മറ്റും എത്തിക്കാൻ 2 പഞ്ചായത്തുകൾ ചുറ്റി വേണം. മത്സ്യബന്ധന തൊഴിലാളികൾ കൂടുതലായുള്ള തീരദേശത്തുള്ളവർക്ക് മത്സ്യവിപണനത്തിനും യാത്രാമാർഗമില്ല. 1997 പാണ്ഡ്യാലക്കടവിൽ നിന്നും 2 തെങ്ങ് കടവിലേക്ക് എത്തിപ്പെടണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നടപ്പാലം പണി തുടങ്ങിയിടത്ത് തന്നെ നിലച്ചു. ഇപ്പോഴും നടപ്പാലത്തിന് തുടക്കമിട്ട തൂണുകൾ കായലിൽ കാണാം. 2019 തീരദേശ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങളും ഉണ്ടായതോടെ തീരദേശ ജനത ആവേശപൂർവ്വം പാലം നിർമ്മാണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 5 വർഷമായിട്ടും പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾ പോലും വലിയ പറമ്പിലെ റീച്ചിൽ നടന്നില്ല. 2 തെങ്ങ് കടവിലേക്കുള്ള പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് തീരജനതയ്ക്ക് ഉന്നയിക്കാനുള്ളത്. കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് പഞ്ചായത്തിലെ തെക്കേ അറ്റമായ ഈ കടവ് പാണ്ഡ്യാലക്കടവ് എന്ന പേര്, ഇവിടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ, അതുപോലെ വയസ്സുള്ള ആൾക്കാർ, മറ്റ് ജനങ്ങൾ അക്കരെ കിടക്കണമെങ്കിൽ കുറേ സമയം വലിയപറമ്പ് വഴി പോയിട്ടാണ് പയ്യന്നെത്തുന്നത്. അപ്പോൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ പോകേണ്ടത്. ഈ പാലം യഥാർത്ഥമായാൽ നമുക്ക് എല്ലാവർക്കും, ജനങ്ങൾക്കും കുട്ടികൾക്കും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കടവിലെ പാലം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീരദേശപാതയുടെ ഭാഗമായി കിഫ്ബിയിൽ 55.45 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. 400 മീറ്ററോളം നീളത്തിലും 11.70 മീറ്റർ വീതിയുമായുള്ള റോഡ് പാലത്തിൽ നടപ്പാത, സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയുള്ള സൗകര്യമുണ്ടാവുമെന്ന തരത്തിലാണ് നിർമ്മാണം വിഭാവനം ചെയ്യുന്നത്. ഏഴിമല നേവൽ അക്കാദമി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ തയ്യൽ സൗത്ത് വഴി മറുകരയിലേക്കുള്ള വഴി കമ്പിവേലി ഉപയോഗിച്ച് അടക്കുകയായിരുന്നു. ഇതോടെ തെക്കനതിരിലുള്ള കുടുംബങ്ങൾ യാത്രയ്ക്ക് മാർഗമില്ലാതെ ഒറ്റപ്പെടുകയായിരുന്നു. പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം തീരജനത ഉന്നയിക്കുകയാണ്. തീരദേശ ഹൈവേ നിർമ്മാണം വലിയ പറമ്പിലൂടെ പ്രാഥമിക ഘട്ടം പോലും നടക്കാത്ത സാഹചര്യത്തിൽ അധികൃതർ അനാസ്ഥ വെടിഞ്ഞ് വേഗത്തിൽ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്ന് പാണ്ഡ്യാലക്കടവ് പ്രദേശത്തുള്ളവർ ആവശ്യപ്പെട്ടു. റോഡ് പാലം വന്നാൽ വലിയ പറമ്പിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാക്കാനും ഇത് കാരണമാവും. പ്രധാന റെയിൽവേ സ്റ്റേഷനായി അറിയപ്പെടുന്ന പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് എത്താനും പാണ്ഡ്യാലക്കടവിൽ പാലം വന്നാൽ വേഗത്തിൽ കഴിയും. 3 പതിറ്റാണ്ടായി ഉന്നയിച്ചു വരുന്ന പാലം എന്ന ആവശ്യമുയർന്നു. സുനാമി പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ മറുകരയിലെത്താൻ പാലം അനിവാര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്ന് എളുപ്പത്തിൽ ഇപ്പോൾ രാമന്തളിയായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു കടവാണിത്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ തീരദേശ റോഡിൻ്റെ ഭാഗമായിട്ട് ഈ പാണ്ഡ്യാലക്കടവിന് ഗവൺമെൻറ് അനുവദിച്ച പാലം എത്രയും പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിന് ടൂറിസമായിട്ടും അതേപോലെ തന്നെ ഈ ഭാഗത്തില്ലേ ഇപ്പോൾ കുട്ടികളായാലും അതേപോലെ തന്നെ സാധാരണ ജനങ്ങൾ, ആശുപത്രി, മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അതേപോലെ പയ്യന്നൂർ എത്തണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ആ റോഡിപ്പം വലിയപറമ്പിന്ന് തെക്കോട്ടാണ്, ഇപ്പോൾ ഏഴുമല റോഡാണ് നിർമ്മിച്ചത്. ആ റോഡിൽ നിന്ന് ഇപ്പം പയ്യന്നൂരേക്ക് ബന്ധപ്പെടണമെങ്കിൽ ഒരു 20-25 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ ഈ ടൗണിലേക്ക് എത്താൻ പറ്റൂ. അത് സാധാരണ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഓട്ടോക്കോ അങ്ങനെയുള്ള കൊടുത്ത് ഒരു 500 രൂപയോളം ഒരു ദിവസം ചെലവാക്കിയാൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റൂലൂ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബേക്കൽ അഗ്രോ കാർണിവൽ കൂൺ കൃഷി ഒരു അധിക വരുമാനം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു.
ബേക്കൽ ആഗ്രോ കാർണിവലിന്റെ ഭാഗമായി കൂൺ കൃഷി ഒരു അധിക വരുമാനം എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അത് കൃഷി വകുപ്പിന്റെ നല്ല പിന്തുണ നമുക്കുണ്ടായി, കുടുംബശ്രീകളുടെ നല്ല പിന്തുണയുണ്ടായി, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാം നല്ല പിന്തുണയോടുകൂടിയാണ് നടക്കുന്നത്. കർഷകർ എന്നുള്ളതും കാർഷിക മേഖല എന്നതും നമ്മുടെ നാടിനെ ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്ത ഏറ്റവും അഭിവാജ്യ ഘടകമാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഏറ്റവും നിർണായകമായ ഘടകവും കാർഷിക മേഖലയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൃഷിയെ ആശ്രയിച്ചുകൊണ്ടാണ് രാജ്യത്തെ 50% വരുന്ന ജനങ്ങൾ ജീവിച്ചു പോകുന്നത്. ആ കാർഷിക സമ്പദ് വ്യവസ്ഥ അധിഷ്ഠിതമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു അധ്യക്ഷയായി. നീലേശ്വരം നിമ്മി മഷ്റൂമിലെ ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. മടിക്കൈ കൃഷി ഓഫീസർ പി വി പവിത്രൻ സെമിനാറിൽ മോഡറേറ്ററായിരുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉദുമ, പള്ളിക്കര, അജാനൂർ, പെരിയ, മടിക്കൈ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകരാണ് സെമിനാറിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. കളിയാട്ട മഹോത്സവത്തിനൊരുങ്ങി പെരിയ പുലിഭൂത ദേവസ്ഥാനം. പൂരക്കാലം മുൻനിർത്തി പണിത സ്നാനക്കുളത്തിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. പ്രസിദ്ധവും ഐതിഹ്യസമ്പന്നവുമായ പെരിയ പുലിഭൂത ദേവസ്ഥാനത്ത് 2 വർഷത്തിലൊരിക്കലാണ് കളിയാട്ട മഹോത്സവം നടക്കുക. വരുന്ന ജനുവരി 7 മുതൽ 11 വരെ തീയതികളിലാണ് കളിയാട്ട മഹോത്സവം. മഹോത്സവത്തിന്റെ വിജയത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മഹോത്സവത്തിന്റെ ഭാഗമായും പൂരക്കാലം മുൻനിർത്തിയും ദേവസ്ഥാനത്തിന് സമീപം പുതുതായി പണിതീർത്ത സ്നാനക്കുളത്തിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. അരവത്ത് KU പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ദേവസ്ഥാന സ്ഥാനികർ, ഭരണസമിതി ഭാരവാഹികൾ, വിവിധ ക്ഷേത്ര തറവാട് പ്രതിനിധികൾ, പ്രാദേശിക സമിതി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് 2025 ജനുവരി 7 മുതൽ 11 വരെ നടക്കുന്ന കളിയാട്ടത്തിൻ്റെ ഭാഗമായി ഇന്ന് ഒരു ഗണപതി ഹോമം ശുദ്ധിയും ഉണ്ടായി. നമ്മുടെ ഭാഗന്നറായ അരവത്ത് ശ്രീ പത്മനാഭ KU പത്മനാഭ തന്ത്രി ഇതിൻ്റെ ശുദ്ധികലശവും അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പഴയകാലം മുതലേ ഒരാഗ്രഹം ഉണ്ടായതാണ് ഒരു ക്ഷേത്രക്കുളം വേണമെന്ന്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മവും കൂടി ശ്രീ തന്ത്രികൾ നിർവഹിക്കുകയുണ്ടായി. നമ്മുടെ പഴയകാലത്ത് ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറം കടയങ്ങാനം എന്ന സ്ഥലത്താണ് നമ്മുടെ പൂരം കുളി ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പോകാനും വരാനുള്ള പ്രയാസങ്ങളും അതിൻ്റെ നമ്മുടെ പ്രശ്നചിന്തയിൽ കണ്ട ഭാഗമായി ക്ഷേത്രത്തിന് ഇവിടെ തന്നെ ഒരു ക്ഷേത്രക്കുളം നിർമ്മിക്കണമെന്നുള്ളത് പ്രശ്നചിന്തയിൽ തന്നെ പറയുകയുണ്ടായി. കണ്ണൂത്ത്, കിഴക്കേക്കര, പടിഞ്ഞാറേക്കര, ആയമ്പാറ എന്നീ പ്രാദേശിക സമിതികളുടെയും മാതൃസമിതി, UAE കമ്മിറ്റി, ഡ്രൈവേഴ്സ് കമ്മിറ്റി, പൂരക്കളി സംഘം തുടങ്ങിയവരുടെ സഹകരണത്തോടെയുമാണ് സ്നാനക്കുളം നിർമ്മിച്ചത്. ജനുവരി 7 മുതൽ 11 വരെ തീയതികളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും 100 കണക്കിന് ഭക്തജനങ്ങൾ പെരിയ പുലിഭൂത ദേവസ്ഥാന സന്നിധിയിൽ എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, പെരിയ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു.
ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. സംഘവേദി പടിഞ്ഞാറേക്കരയുടെ ആഭിമുഖ്യത്തിൽ SK കുട്ടേട്ടൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം ML അശ്വനി ഉദ്ഘാടനം ചെയ്തു. സംഘവേദി പടിഞ്ഞാറേക്കരയുടെ ആഭിമുഖ്യത്തിൽ SK കുട്ടേട്ടൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം അശ്വിനി ML ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഫുട്ബോൾ ഇനോഗ്രേഷൻ ചെയ്യുന്ന ഒരു അവസരം കിട്ടിയിട്ടുള്ളത് എനിക്ക് വളരെ സന്തോഷമാണ്. SK കുട്ടേട്ടൻ ജി അവരെ ഞാൻ കണ്ടിട്ടില്ല, നേരിട്ട് എനിക്ക് അറിയാമില്ല. അതേപോലെ കഴിഞ്ഞ ഡിസംബർ 12 ഞാൻ ഒരു പ്രോഗ്രാം ഇനോഗ്രേഷൻ ചെയ്തു. അവിടെ അതെയാണ് സ്ഥിതി. എനിക്ക് അടുത്ത് ബന്ധമില്ല, അടുത്തായിട്ട് എനിക്ക് അവരെ അറിയില്ല. പക്ഷെ അവരെ കുറിച്ചിട്ട് സ്റ്റഡി ആക്കിയിട്ടാകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിഷ്കളങ്കമായിട്ട് പ്രവർത്തിച്ച മുതിർന്ന ഒരു ലീഡേഴ്സ് ആണ് ഇവിടെ നമുക്ക് ഉണ്ടായത്. സംഘാടക സമിതി ചെയർമാൻ NV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷീബ ഉമർ, മർച്ചന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് ആസിഫ് CK തുടങ്ങിയവർ സംസാരിച്ചു. വിനോദ് കുതിരുമ്മൽ സ്വാഗതവും രാജീവൻ പടിഞ്ഞാറേക്കര നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മത്സരാർത്ഥി വൈദേഹിയെ ആദരിച്ചു. തുടർന്ന് പടിഞ്ഞാറേക്കര വനിതാ വേദി കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. കൈകൊട്ടിക്കളി, ഫുട്ബോൾ ടൂർണമെന്റ് എന്നിവ കാണുന്നതിനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കലാകായിക
കലാകായിക സമിതി തടത്തിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം നടന്നു. കലാകായിക സമിതി തടത്തിൽ 35-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സമന്വയ സന്ധ്യയും സാംസ്കാരിക സമ്മേളനവും നടന്നു. പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായ CM ദുനിയചന്ദ്രൻ മാഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം വൈകുന്നേരം അവൻ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ അവന്റെ ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. അവൻ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും കാണും, പറമ്പിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും. പറമ്പിലൊക്കെ പോയി നോക്കി, ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. അവൻ ഓടി വന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ എന്റെ ആട്ടിൻകുട്ടി എവിടെ? അത് അവിടെയെങ്കിലും കാണും. എവിടെയില്ല അമ്മ, ഞാൻ നോക്കി, അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി. സത്യം പറ, എന്താ എന്റെ ആട്ടിൻകുട്ടി പറ്റി, എവിടെ അത് പോയതൊക്കെ ചോദിച്ചു. കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് സത്യം പറയേണ്ടി വന്നു, മോനെ ആ ആട്ടിൻകുട്ടിയെ നിന്റെ അച്ഛൻ ഇന്ന് വിൽക്കേണ്ടി വന്നു. ഇവിടെ അരി വാങ്ങാൻ മറ്റൊരു ഗതിയും ഇല്ലാത്തത് കൊണ്ട് ആട്ടിൻകുട്ടിയെ വിൽക്കേണ്ടി വന്നു, മോനെ നീ കരഞ്ഞു കുഴപ്പാക്കല്ലേ, ക്ഷമിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞു വിടുന്നില്ല. കുഞ്ഞ് നിർത്താതെ കരയുന്നു, നിലവിളിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ആട്ടിൻകുട്ടിയെ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം അവന് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവന് സമാധാനം തോന്നുന്നില്ല. ഒരേ കരച്ചിൽ. അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ കാണണം എന്റെ ആട്ടിൻകുട്ടിയെ. അവന്റെ നിർബന്ധം സഹിക്കവയ്യാതെ ആ കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ ആ ആട്ടിൻകുട്ടിയെ വിറ്റ വീട്ടിലേക്ക് പോകുന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ അശോകൻ A അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ മനോജ് കുമാർ P സ്വാഗതം പറഞ്ഞു. ഷാജി എടമുണ്ട, ഭാസ്കരൻ ചാലിങ്കാൽ, മുരളീധരൻ M, കദീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഗോവ സ്വാതന്ത്ര്യസമര സേനാനി ഗോപാലൻ നായർ A തടത്തിൽ, കലാകായിക സമിതിയുടെ ആദ്യത്തെ ഭരണസമിതി അംഗങ്ങൾ, സാഹിത്യ മത്സര വിജയികൾ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കരോക്കെ ഹിറ്റ് ഗാനമേളയും അരങ്ങേറി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ പാണത്തൂരിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പാണത്തൂരിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ജെയിംസ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ്, ജോണി തോലമ്പുഴ, ബിനു വർഗീസ്, P രാമചന്ദ്ര സരളായ, മൈക്കൽ പൂവത്താനി, M അബ്ബാസ്, സുനിൽകുമാർ PN, N വിൻസെന്റ്, റോണി ആന്റണി, MM തോമസ്, MP ഇബ്രാഹിം, മുഹമ്മദ് കുഞ്ഞി, KN വിജയകുമാർ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു. സംഘവേദി പടിഞ്ഞാറേക്കരയുടെ ആഭിമുഖ്യത്തിൽ SK കുട്ടേട്ടൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കുടുംബ സംഗമവും നടന്നു. പടിഞ്ഞാറേക്കര സംഘവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടേട്ടൻ അനുസ്മരണ പരിപാടിയും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ബാലഗോകുലം ജില്ലാ സഹകാര്യദർശി പ്രവീൺ കോടോത്ത് അനുസ്മരണ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ അഭിചാരിതമായി രണ്ട് വിഭാഗം വിദ്യാർത്ഥികളാണ്. അഭിചാരിതമായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ചേരുകയും അദ്ദേഹം പറഞ്ഞു, 8 മണിക്ക് ശേഷം ബർത്ത് എന്ന് പറയുന്നതില്ല, ഇരിക്കാനുള്ള സൗകര്യം മാത്രമേ പിന്നീട് ലഭിക്കുകയും അതുകൊണ്ട് നിങ്ങൾ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി കയറി ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞത് കേൾക്കാത്ത സന്ദർഭത്തിൽ അദ്ദേഹവും രോഷാകുലനായി ഞങ്ങളുടെ കൂടെ ചേർന്നു. അപ്പോൾ ആദ്യമായി ഞങ്ങൾ തെളിയണമെന്ന് വിചാരിച്ച് കല്ല് തുറക്കുന്നതിന് മുമ്പേ അദ്ദേഹം കല്ല് കയ്യിലെടുത്തു. കയ്യിലെടുത്ത സമയത്ത് ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന 1-2 കുട്ടികൾ അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ ഭൂമി മൊത്തമായി റിസർവ് ചെയ്തതാണ്, ഞങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. സംഘാടക സമിതി കൺവീനർ മധു മംഗത്തിൽ അധ്യക്ഷത വഹിച്ചു. BMS മേഖലാ പ്രസിഡന്റ് അംബു ഭാസ്കരൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. മഞ്ജുഷ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മഹിപാലനെ ആദരിച്ചു. നിരവധി പേർ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു. വെള്ളിക്കൂത്ത് വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ് ഉത്സവം ഫെബ്രുവരിയിൽ നടക്കും. നിധി ശേഖരണം തുടങ്ങി. വെള്ളിക്കൂത്ത് വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിൽ ഫെബ്രുവരി 23, 24, 25 തീയതികളിൽ നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള നിധി ശേഖരണത്തിന് തുടക്കമായി. PC സതീദേവിയിൽ നിന്നും ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് V രമേശൻ ആദ്യ നിധി ഏറ്റുവാങ്ങി. അതുകൊണ്ട് ഇന്ന് ഫണ്ടുദ്ഘാടനം
ദേവിയുടെ മുമ്പിൽ വെച്ചാണ് നടക്കുന്നത്. ആദ്യം ഒരാൾ, അത് നമ്മുടെ മാതൃസമിതിയുടെ മുൻ പ്രസിഡന്റ് ശ്രീമതി PC സതീദേവി നൽകും. അതിനുശേഷം നമ്മുടെ അമ്മയ്ക്ക് നാം സമർപ്പിക്കുന്ന കാണിക്ക എന്നുള്ള രീതിയിൽ എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഉത്സവാഘോഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്ത ചടങ്ങ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ച് നടത്താം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വി രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, സെക്രട്ടറി കെ കൃഷ്ണൻ മാസ്റ്റർ, ട്രഷറർ KV കൃഷ്ണൻ, മുൻ പ്രസിഡന്റ് കോടൂത്ത് നാരായണൻ നായർ, മാതൃസമിതി പ്രസിഡന്റ് T യശോദാമ, മുൻ പ്രസിഡന്റ് P ഇന്ദിരാമ, PC സതീദേവി എന്നിവർ പങ്കെടുത്തു. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി NV മനോഹരൻ സ്വാഗതവും ട്രഷറർ PV ഉദയകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടന്നുവരികയാണ്. ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയാണ് കാർമ്മികത്വം വഹിക്കുന്നത്. പ്രസിദ്ധമായ അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടന്നുവരികയാണ്. ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ മുതൽ വിഷ്ണു സഹസ്രനാമ പാരായണം നടന്നു. തുടർന്ന് പ്രാർത്ഥന, ഗ്രന്ഥാർച്ചന, ഗ്രന്ഥ നമസ്കാരം എന്നിവ നടന്നു. ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി നരസിംഹാവതാരം ഭക്തിയുടെ നിറവിൽ നടന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. ബുധനാഴ്ച രാവിലെ മുതൽ വിഷ്ണു സഹസ്രനാമ പാരായണം, വൈകുന്നേരം 6-ന് ഉണ്ണിയൂട്ട്. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ മുതൽ വിഷ്ണു സഹസ്രനാമ പാരായണം. ഉച്ചയ്ക്ക് 12 മണിക്ക് യജ്ഞസമർപ്പണം, യജ്ഞപ്രസാദം എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം സമാപിച്ചു. ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു. രുചി വൈവിധ്യങ്ങൾ തീർത്ത പുല്ലൂരിലെ പായസമേള. അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെ വനിതാ വേദിയാണ് പായസമേള ഒരുക്കിയത്. ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനം നടന്നു. CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ആനന്ദാശ്രമം ലയൺസ് ക്ലബ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി തങ്കരാജ് മാണിക്കോത്ത ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര സിർവ അക്വാട്ടിക് സെന്ററിൽ ജില്ലാതല നീന്തൽ മത്സരം നടന്നു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കാറ്റാടി AKG മന്ദിര ഉദ്ഘാടന പരിപാടികൾ സമാപിച്ചു. സമാപന പരിപാടിയുടെ ഭാഗമായി സമൂഹ സദ്യ ഒരുക്കി. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ബിൽഡ് എക്സ്പോ സമാപിച്ചു. സെമിനാറുകൾ സംഘടിപ്പിച്ചു. ജന്മദേശം ദിനപത്രം 41ാം വാർഷികാഘോഷം നടന്നു. ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.